അങ്ങനെ പിണങ്ങിപ്പോയ ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. വന്നിട്ട് വേറെ ഒന്നുമില്ല, ചാനൽ നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം വേറെ ഒരാളാണ്, എനിക്ക് തോന്നുന്നു നവാസ് എന്നാണ് തോന്നുന്നു പേര്. പുള്ളിക്കാരനും കുറേ അധികം മെനക്കെട്ടിട്ടുണ്ട് കേട്ടോ. മെനക്കെട്ടെന്ന് പറഞ്ഞാൽ കുറേ നേരം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് വലിയൊരു കമൻ്റായിട്ട് എനിക്ക് തന്നിരിക്കുന്നത്, ഒരു മെസ്സേജ് എന്ന് പറയാമല്ലോ. ഞാൻ എൻ്റെ 2 വീഡിയോസിനും മറുപടി തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ്. കാരണം നമുക്കൊരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മനസ്സും അത് ഒരാളുടെ ഏറ്റവും വലിയ കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ചെറിയൊരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിരിക്കും ഒരാളെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാനോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ കഴിയുക. അപ്പം അങ്ങനെയൊക്കെ തോന്നിയ മനസ്സുകൾക്ക് നന്ദി പറയുകയാണ്. ഞാൻ എന്തായാലും വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുകയാണ്. പിന്നെന്താണ്, കുഞ്ഞിന് പനിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ കരച്ചിലും പിടിവാശിയും ഒക്കെയാണ്. കൂടുതൽ ടൈം ഏതായാലും എന്തെങ്കിലും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യം. കൂടുതലും അമ്മമാർക്കാണ്. അച്ഛന്മാർ വീട്ടിലുള്ളപ്പോൾ അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും ഒക്കെ താഴെ നിൽക്കില്ല, ഭയങ്കര വാശി, കഴിക്കാനും ബുദ്ധിമുട്ടും. അങ്ങനെ ഇരിക്കുന്നു അവളുടെ കാര്യം. എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അങ്ങനെയുള്ള കമൻറ്റുകൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ആണ്. പിന്നീട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതുവഴി പച്ചക്കറിയുമായിട്ട് പോവും, വണ്ടി പോവും. നല്ല രസമാണ് വണ്ടി കാണാൻ. അതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഒരാൾ അതിനകത്ത് കാണും. വണ്ടി ഓടിക്കുന്ന ഒരാൾ, വേറൊരാൾ പുറകിലിങ്ങനെ ഇരിക്കും. ഞാൻ ഓർക്കും ചെയ്തു, ആ മനുഷ്യൻ എങ്ങനെ എത്ര നേരം അതിനകത്തിൽ ഇങ്ങനെ ഇരിക്കും. ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ ഇറങ്ങും, എന്നാൽ ആ ഒരു ഇരിപ്പേ വല്ലാത്തൊരു ഇരിപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം 2-3 ആഴ്ച കൊണ്ട് അവരുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധനത്തിന് വില ചോദിക്കും, വില പറയും. പക്ഷേ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ, എത്ര കൂടി കുറച്ചൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും ഒരു റൗണ്ട് ഫിഗർ എന്നുള്ള രീതിയിലാണ് 130, 140, 190 ഇങ്ങനെയൊക്കെ. അല്ലാതെ ഒരു 5ൻ്റെ കണക്ക് വരത്തില്ല. 95 വരത്തില്ല, അല്ലെങ്കിൽ 93 വരില്ല, 92 വരത്തില്ല. എല്ലാം ഇങ്ങനെ ഒരു റൗണ്ടാക്കി നിർത്തിയിരിക്കും. ഞാനിന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ടൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ. പിന്നെ അവർക്കറിയാം നമുക്കൊരു കടയുണ്ടായിരുന്നു, അവിടെ ഞാൻ കുറച്ച് നാൾ നിന്നായിരുന്നു, കാര്യങ്ങളെല്ലാം നോക്കി നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാമെന്നവർക്കറിയാം. അപ്പം ഞാൻ വില ചോദിച്ചിട്ടൊക്കെ സാധനം വാങ്ങിക്കുള്ളൂ. എന്നാലും നമ്മളൊന്നും അറിയണമല്ലോ. അപ്പോൾ ഇതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്ന, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരിതൊഴി പോയപ്പോൾ പറയുന്ന കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. അപ്പം തേങ്ങ വാങ്ങിച്ചു. 10 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. കടയിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന തേങ്ങ ഉണ്ട്, നമുക്ക് കിട്ടുന്ന വില, അതിൽ നിന്ന് 10 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവർ തന്നപ്പോഴത്തേക്ക്. അപ്പം ഭയങ്കര ഒരു, അതായത് നമ്മൾ വിൽക്കുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ലാഭം കൂടെ ചേർത്തിട്ടുള്ളൊരു എമൗണ്ടില്ല, അതും കഴിഞ്ഞിട്ട് 10 രൂപ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ.